സ്വാഗതം. ഇന്ത്യ വേഴ്സസ് ഇന്ത്യയിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യത്ത് പൊതുതെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി 3 ഘട്ടങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കേണ്ടത്. അവസാന ഘട്ടം പോളിംഗ് നടക്കുന്നത് ജൂൺ 1-നാണ്. പല സംസ്ഥാനങ്ങളിലും വോട്ടെടുപ്പ് ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഛത്തീസ്ഗഡാണ്. ഛത്തീസ്ഗഡിൽ 11 ലോക്സഭാ സീറ്റുകളാണുള്ളത്. 3 ഘട്ടമായി അവിടുത്തെ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു. ഈ 3 ഘട്ടങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ രാജ്യത്ത് പൊതുവിൽ പോളിംഗ് ശതമാനം കുറവാണ് രേഖപ്പെടുത്തിയത് ഈ 3 ഘട്ടങ്ങളിലും. പക്ഷേ ഛത്തീസ്ഗഡിൽ ഈ 3 ഘട്ടങ്ങളിലും സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. ആദ്യഘട്ടത്തിൽ 68.29 ഛത്തീസ്ഗഡിലെ പോളിംഗ് ശതമാനം. രണ്ടാം ഘട്ടമായപ്പോൾ അത് 76.24 മൂന്നാം ഘട്ടത്തിൽ അത് 71.98 ആണ്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിൽ പോളിംഗ് ശതമാനം ഏതാണ്ട് 1.31% കൂടുകയാണ് ഉണ്ടായത് മുഴുവൻ നോക്കുമ്പോൾ. ഇവിടെ മറ്റു പല സംസ്ഥാനങ്ങളിലും വന്ന പോലെ BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ടാണ് മത്സരം. 2 പാർട്ടികളും കോൺഗ്രസും BJPയും 11 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. BSPയും അവിടെ 11 സീറ്റിൽ മത്സരിക്കുന്നു. മറ്റൊരു പാർട്ടിയായ പട്ടിക വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി അവർ 9 സീറ്റിൽ മത്സരിക്കുന്നുണ്ട്. ആകെയുള്ള വോട്ടർമാരിൽ ഏതാണ്ട് 33% ആദിവാസികളാണ് സംസ്ഥാനത്തുള്ളത്. നമുക്ക് ഈ ആദ്യം ഛത്തീസ്ഗഡിലെ ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ശ്രീജിത്ത് ദിവാകരനാണ്. ശ്രീജിത്ത്, ആദ്യ ഘട്ടങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഛത്തീസ്ഗഡിൽ സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. കഴിഞ്ഞ തവണയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട്. ഇതിൻ്റെ ഒരു ഗണിതശാസ്ത്രം എന്താണ്? ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് സാധാരണ നിലയ്ക്ക് പോളിംഗ് ശതമാനം കുറഞ്ഞത് BJP ബാധിക്കും എന്നൊക്കെയുള്ള വിലയിരുത്തലുകളുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡിൽ കൂടിയത് BJPക്ക് സഹായകമാകും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? കഴിഞ്ഞൊരു കുറച്ച് കാലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കുറച്ചായിട്ട് ഏതാണ്ട് സ്റ്റഡി ആയിട്ട് ഛത്തീസ്ഗഡിൽ പോളിംഗ് ശതമാനം കൂടുന്നത് നമുക്ക് കാണാം. കഴിഞ്ഞ തവണത്തെക്കാളും ഒരു ശതമാനത്തോളം തവണ കൂടുതലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വളരെ ടൈറ്റായിട്ട് മത്സരം നടക്കുന്നത്. ഇപ്പം നമ്മൾ റിസൾട്ടിൽ അത് കാണുന്നില്ല. റിസൾട്ടിൽ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഏകപക്ഷീയമായിട്ട് BJP ജയിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മത്സരം നടക്കുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ടായിട്ട് കോൺഗ്രസിന് ആപാട് ഒരു ലക്ഷണമായിട്ടാണ് ആകെ ജയിക്കാൻ പറ്റിയിട്ടുള്ളെങ്കിലും കോൺഗ്രസിൻ്റെ 40% ഉള്ളൊരു വോട്ടിന് വലിയ കോട്ടം പറ്റിയിട്ടില്ല. നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 40% സ്റ്റഡി ആയിട്ടുള്ളൊരു വോട്ട് അവർക്ക് ഉണ്ട്. 11 സീറ്റ് മാത്രമേ ഉള്ളെങ്കിലും അതിനേക്കാൾ കൂടുതൽ സീറ്റുള്ളൊരു സ്ഥലത്ത് നടക്കുന്നത് പോലെ കനത്ത മത്സരം നടക്കുന്നത്. ഇപ്പോൾ മോഡി, അമിത്ഷായും നഡ്ഡ നടക്കുള്ള ആൾക്കാർ BJPയിൽ നിന്നും ഈ രാഹുലും എല്ലാ സംഘവും കോൺഗ്രസിൽ നിന്നും അവിടെ എത്തി പ്രചരണം നടത്തി. ഓരോ സീറ്റിലും വളരെ സ്ട്രോങ് ആയിട്ട് മത്സരം നടത്തി. ഇപ്പോൾ 2014 അപേക്ഷിച്ച് കോൺഗ്രസിന് ചെറിയൊരു നേട്ടം 2019 ഉണ്ടായിരുന്നു. കാരണം 2014 ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നെങ്കിൽ 2019 അവർക്ക് 2 സീറ്റ് കിട്ടാൻ പറ്റി. അങ്ങനെ ആ രീതിയിൽ കോൺഗ്രസിനൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായ അപൂർവ സംസ്ഥാനങ്ങൾ ഒന്നായിട്ട് ഛത്തീസ്ഗഡ് കാണാം. പ്രത്യേകിച്ചും BJP ആയിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്ത് സ്റ്റേറ്റ് ചെയ്തത്. അതേപോലെ 2018 അവർ നിയമസഭയിലേക്ക് ജയിച്ചു. അത് വളരെ നല്ല ജയമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഈ 2019 ഈ 2 സ്ഥലത്ത് ബസ്തറിൽ നിന്നും കോർബയിൽ നിന്നുമാണ് ജയിച്ചത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു ഏതാണ്ട് മാസം മുമ്പ് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ ജയത്തോടുകൂടി ഛത്തീസ്ഗഡ് തിരിച്ചു വെച്ചു. മറ്റേ അതിൻ്റെ തൊട്ടു മുമ്പ് വരെ ഭൂപേഷ് ബാഗേലിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാനം കോൺഗ്രസ് നിലനിർത്തിയിരിക്കുന്നൊരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ BJP ജയിച്ചു. വിഷ്ണു സായി ട്രൈബൽ ലീഡർ മുഖ്യമന്ത്രിയായി. പക്ഷെ ഒരുപക്ഷെ ഈ തോന്നുന്നു ഈ BJPയുമായിട്ട് നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കോൺഗ്രസിനുള്ള ഈ ശക്തി ഒരു വലിയ കാരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കൂട്ടാനുള്ളത്. വളരെ നല്ല രീതിയിലുള്ള മത്സരം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇരുമുന്നണികൾക്കുള്ള ഈ തരത്തിലുള്ള ശക്തിയും ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള വ്യാപനവും എല്ലാം ഈ പോളിംഗ് വർദ്ധിക്കാനായിട്ട് കാരണമായിട്ടുണ്ടാവുന്നത്. റൈറ്റ്. അപ്പോൾ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മധ്യപ്രദേശ് സംസ്ഥാനം കുറിച്ച് ഛത്തീസ്ഗഡ് രൂപീകരിച്ചതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം BJP വിജയിക്കുകയാണ് ചെയ്തത്. 2018 കോൺഗ്രസ് ആദ്യമായിട്ട് ഛത്തീസ്ഗഡിൽ വിജയിക്കുന്നത്. അന്ന്
കോൺഗ്രസ് വലിയ വിജയത്തോടുകൂടി സംസ്ഥാനത്ത് അധികാരത്തിലെത്തി. സംസ്ഥാനത്ത് ഒരു തവണ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിലും 2004 മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ മേൽക്കൈയാണുള്ളത്. 2004, 2009, 2014 ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ 3 പൊതു തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ സീറ്റുകൾ ആകെയുള്ള 11-ൽ 10 സീറ്റിലും ബി ജെ പിയാണ് ജയിച്ചത്. കോൺഗ്രസിന് ലഭിച്ചത് 1 സീറ്റ് മാത്രം. 2019 കോൺഗ്രസ് അവരുടെ ടാലി ഒന്ന് വർദ്ധിപ്പിക്കുന്നത്. കോൺഗ്രസ് 2 സീറ്റ് നേടി, ബി ജെ പി 9ലേക്ക് താഴ്ന്നു. അപ്പോഴും 9 സീറ്റ് ബി ജെ പിക്ക് ഉണ്ട്. ഈ ഛത്തീസ്ഗഡിൻ്റെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മധ്യപ്രദേശിൽ അതേ രാഷ്ട്രീയം ഛത്തീസ്ഗഡിൽ തുടരുന്നു എന്നാണോ? അതുകൊണ്ട് ബി ജെ പിക്ക് ഇപ്പോൾ മധ്യപ്രദേശ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടർച്ചയായ ബി ജെ പിയുടെ ജയങ്ങൾ 2 പതിറ്റാണ്ടായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതാണ്ട് അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ നമ്മൾ കാണുന്നുണ്ട്. അതങ്ങനെ തുടരുന്നു എന്നാണോ? അതോ ഈ കോൺഗ്രസ് അവിടെ അവരുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങൾ കാരണം ദുർബലമായി പോയതുകൊണ്ട് ഛത്തീസ്ഗഡിൽ ബി ജെ പി അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു? എങ്ങനെയാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസ് ഭയങ്കര ശക്തി ഉണ്ടായിരുന്നൊരു സ്ഥലം തന്നെയാണ് ഛത്തീസ്ഗഡ്. ഇപ്പോൾ മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഒരുമിച്ചിട്ടായിരുന്ന ഇപ്പോഴത്തെ മധ്യപ്രദേശിന്റെ കാലത്ത് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ നമുക്കറിയാം ഈ മധ്യപ്രദേശ് എല്ലാ മുഖ്യമന്ത്രിമാരായിട്ട് ഈ വിദ്യാചരൺ, ശ്യാമചരൺ ശുക്ലമാരെല്ലാം അവിഭക്ത മധ്യപ്രദേശിനെ നിയന്ത്രിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ തന്നെ. ഛത്തീസ്ഗഡിലെ ആദിവാസി ബെൽറ്റ് ഇന്ദിരാഗാന്ധിയുടെ അല്ലാതെ വേറൊരു നേതാവുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ സാന്നിധ്യം അല്ലാതെ മറ്റൊരു പാർട്ടി പോലും ഉണ്ടായില്ല. ഇങ്ങനെ പതുക്കെ മറ്റു പല സ്ഥലത്തേക്ക് പോലെ കോൺഗ്രസ് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അറിയാതെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഛത്തീസ്ഗഡിന്റെ ഈ വരുമ്പോൾ പഴയ IAS ഓഫീസറായിട്ടുള്ള അജിത് യോഗി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വലിയ നേതാവായിട്ട് മാറുകയും അജിത് യോഗി മുഖ്യമന്ത്രിയാവുകയൊക്കെ ചെയ്യുന്നൊരു ഘട്ടമെത്തിയപ്പോഴാണ് ഈ അടിയന്തരാവസ്ഥ കാലത്ത് ദിനാന്തിക വലന്തയൊക്കെ ആയിരുന്നു ഈ VC ചുപ്പ എന്ന് പറയുന്ന അവിടുത്തെ വലിയ ബ്രാഹ്മണ നേതാവ് മറുകണ്ട ചാടിയിട്ട് ബി ജെ പി പോകും. ഛത്തീസ്ഗഡ് മറ്റേ യോഗി മുഖ്യമന്ത്രിയായി. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ കോൺഗ്രസ് തോറ്റു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തോറ്റു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടയിൽ വെച്ചിട്ടാണ് ഈ അന്ന് മഹാസമുദ്രത്തിൽ മത്സരിക്കുന്ന അജിത് ജോഗിക്ക് മറ്റേ ആക്സിഡന്റ് പറ്റും. പിന്നീട് അജിത് ജോഗി ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായിരുന്നു. ഇത് VC ശുക്ല ബി ജെ പി പോയിട്ട് VC ശുക്ല ആയിരുന്നു അജിത് ജോഗിയുടെ എതിർ സ്ഥാനാർത്ഥി. ആ ഇലക്ഷനിൽ അജിത് യോഗിയുടെ മാത്രം ഈ ആസ്പത്രിയിൽ കിടന്നിട്ട് ജയിച്ച അജിത് യോഗി ഒഴിച്ചാൽ ബാക്കി എല്ലാ സീറ്റിലും മറ്റേ ബി ജെ പി ആയിരുന്നു ജയിച്ചത്. നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ 2004 ഇലക്ഷനിൽ പൊതുവെ മറ്റേ ബി ജെ പി രാജ്യത്തുടനീളം നോക്കുകയും കോൺഗ്രസ് ഒന്നാം സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്ത ഇലക്ഷനാണ്. പക്ഷെ ആ ഇലക്ഷനിൽ പോലും കോൺഗ്രസ് വളരെ പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോയി ഉണ്ടായിരുന്നത്. 2018 ഇപ്പോൾ ഒരു വലിയ വിജയമൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അവർ പിന്നെ ആ പ്രതാപത്തിലേക്ക് ഒരിക്കലും ഉയർന്നില്ല. VC ശുക്ല കോൺഗ്രസ് തിരിച്ചെത്തി, പക്ഷേ അദ്ദേഹം ഇതേപോലെ കൊല്ലപ്പെട്ടു. അജിത് ജോഗിയും അതിനുമാണെങ്കിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി അവിടേക്ക് പോയി. പക്ഷെ അതും വളരെ ചലനമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഒരു പാർട്ടി പോരുകൾ അവിടെ തലവേദന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഭൂപേഷ് ബാഗൽ സർക്കാരിനെതിരെ അന്നത്തെ അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹം അവസാന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയായത്. ഈ TS ദേവ് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കക്ഷിയുടെ മറ്റേ വളരെ സ്ട്രോങ് ആയിട്ട് നിലപാട് ഉണ്ടായിരുന്നു. ഈ അംബികാപൂരിലെ പഴയ ഈ സർപൂജ എന്ന് പറയുന്ന രാജവംശത്തിൽപ്പെട്ടിട്ടുള്ള കക്ഷിയാണ് ഈ TS സിംഗ് ദേവ്. ഭുവനേശ്വര ശരൺ സിംഗ് ദേവ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഭയങ്കര കടുത്ത ആദർശവാനൊക്കെയാണ്. ഈ ട്രൈബൽ മേഖലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഈ വനംകൊള്ളക്കെതിരെയും വനലോബിക്കെതിരെയൊക്കെ മറ്റേ പോരാട്ടം നടത്തിയിട്ടുള്ള കക്ഷിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡുകൾ ഈ ഭൂപേഷ് സിംഗ് ബാഗലിനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ ആണെങ്കിൽ തന്നെ അംബികാപൂരിൽ ഈ TS സിംഗ് തോക്കുകയും ചെയ്യും. സംസ്ഥാനത്ത് ഉടനീളം കോൺഗ്രസ് തോറ്റു. എനിക്ക് തോന്നുന്നു മധ്യപ്രദേശിൽ നിന്ന് കുറച്ചുകൂടി വിഭിന്നമായിട്ടുള്ളൊരു സംഭവമാണ്. മധ്യപ്രദേശിൽ പല സമയത്തും കോൺഗ്രസ് പരിതാപകരമായ വിധം തോറ്റുപോയിട്ടുണ്ട്. അവരുടെ ഒരു പ്രസൻസ് പോലും പല സ്ഥലത്തും ഇല്ലാതായിരിക്കും. പക്ഷെ ഇവിടെ പലപ്പോഴും തോക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനം ഇവർക്ക് നിലനിർത്താനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ്. ഇപ്പോൾ 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ വിജയത്തെക്കുറിച്ച് ശ്രീത്ത് സൂചിപ്പിച്ചു. അന്ന് 68 സീറ്റിലാണ് കോൺഗ്രസ് ജയിച്ചത്. ബി ജെ പി അപ്പോൾ 15 സീറ്റിലേക്ക് താഴുകയും ചെയ്തു. ഒരുപക്ഷെ ഛത്തീസ്ഗഡിൻ്റെ ചരിത്രത്തിൽ ഛത്തീസ്ഗഡ് സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം നിയമസഭയിൽ ഇത്രയും വലിയ സീറ്റെണ്ണത്തോടുകൂടി അധികാരത്തിൽ വന്നത് കോൺഗ്രസ് മാത്രമാണ്. ബി ജെ പി ജയിക്കുമ്പോഴൊക്കെ ഏതാണ്ട് 50-ന് ചുറ്റുവട്ടത്ത് 50, 52 അങ്ങനെയൊക്കെ ആയിരുന്നു സീറ്റെണ്ണം. 68 സീറ്റിലാണ് 2018
ഭൂപേഷ് ബാഗലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. ആ സർക്കാരിൻ്റെ പ്രകടനം അത്ര മോശമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭൂപേഷ് ബാഗലിൻ്റെ ഒരു പ്രതിച്ഛായയുടെ ബലത്തിൽ കോൺഗ്രസ് അധികാരം നിലനിർത്തും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ BJP 54 സീറ്റുമായിട്ട് അധികാരത്തിലെത്തി. അപ്പോഴും കോൺഗ്രസ് 33 സീറ്റിൽ ജയിച്ച് അവരുടെ ഒരു പ്രസൻസ് തെളിയിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളൊരു ഫാക്റ്റ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ പരാജയം കഴിഞ്ഞിട്ട് അധിക സമയമായിട്ടില്ല പൊതു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്നൊരു ഉണർവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴത്തേക്കും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നു. ആ ഊർജ്ജസ്വലത പ്രചാരണത്തിൽ കാണിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നോ? അതുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭ തെരഞ്ഞെടുപ്പിൽ തോൽവി വലിയ തിരിച്ചടിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അതിൽ നിന്ന് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം വളരെ ഊർജ്ജസ്വലമായിട്ടൊരു പ്രചരണമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പഴയ മാതിരി ഈ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ വലിയ കൺഫ്യൂഷൻസോ സംഭവങ്ങളൊന്നും ഇത്തവണ അവർക്ക് ഉണ്ടായിട്ടില്ല. കുറച്ചുകൂടി വളരെ ബുദ്ധിപരമായിട്ടുള്ള സ്ഥാനാർത്ഥികളെയാണ് പലരെയും തീരുമാനിച്ചത്. പിന്നെ അവരുടെ ഒരു പ്രചരണം ഈ കോൺഗ്രസിന്റെ ഒരു അജണ്ടയിൽ വീണ് പോയിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലൊക്കെ കുറച്ച് കോൺഗ്രസിലെ BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു അജണ്ടയിൽ വീണ് പോയ ഒരു പ്രശ്നം. ഇവരുടെ ഒരു ശക്തി കൂടുതലായിട്ട് ഇവരുടെ ഭരണ നേട്ടങ്ങൾ എടുത്തു പറയുന്നതിന് ഉപരിയായിട്ട് ഈ BJP അനുകരിക്കാനായിട്ട് ശ്രമിക്കുകയും ഇവർ ഭയങ്കര ഹിന്ദുത്വ കാർഡ് കളിക്കുകയും ശ്രമിക്കുകയും ഈ ജാതി സർവേ എന്നുള്ളത് ഈ ഭയങ്കരമായിട്ട് ഈ എല്ലാം ഛത്തീസ്ഗഡിലും ചെയ്തിട്ടുണ്ടായിരുന്നു, മധ്യപ്രദേശ് ചെയ്തതുപോലെ തന്നെ. അതിന്റെ ഒരു തിരിച്ചടിയൊക്കെ ഒരു പാഠം പഠിച്ചിട്ടുള്ള മാതിരിയായിട്ടാണ് തോന്നുന്നത്. ഇത്തവണ മുഴുവൻ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഈ പ്രകടന പത്രികയിൽ ഊന്നിയിട്ടായിരുന്നു അവരുടെ ഒരു പ്രചരണം കാര്യമായിട്ട് നടത്തുന്നത്. ഈ തൊഴിൽ വാഗ്ദാനം, ആദിവാസി മേഖലയിലെ സമാധാനം, വികസനം തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ സ്ഥാനാർത്ഥികളുടെ ഇതിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിഷ്ണുദേവ് സായി 4 തവണ ജയിച്ച ഒരു മണ്ഡലമാണ് റായ്ഗഡ് എന്ന് പറയുന്നത്. റായ്ഗഡ് ഈ സർഗുജ മേഖലയിൽപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ BJP തൂത്തുവാരിയതാണ് ആ പ്രദേശം. ആ ട്രൈബൽ ബെറ്റില് 14 സീറ്റിലോ മറ്റോ ആണ് കഴിഞ്ഞാണ്. 18 സീറ്റിൽ 14 സീറ്റും BJP ജയിച്ച ഏരിയയാണ്. പക്ഷെ അവിടെ റായ്ഗഡിൽ അവര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഈ ഡോക്ടർ മേനകാ ദേവി സിംഗ് എന്ന് പറയുന്ന ഒരു കക്ഷിയാണ്. ഒരു പ്രശസ്ത ഡോക്ടറാണ് എന്നുള്ളതല്ല പ്രധാനം. അവർ ഈ റായ്ഗഡിലെ മറ്റേ ഈ സാരംഗിന്റെ മേഖലയിലെ പഴയ രാജകുടുംബത്തിൽ നിന്നുള്ള അംഗമാണ്. അവരുടെ അച്ഛൻ ഡോക്ടർ മേനകാ ദേവി സിംഗിന്റെ അച്ഛൻ ഈ രാജാ നരേഷ് ചന്ദ്ര സിംഗ് എന്ന് പറയുന്ന കക്ഷി മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അതായത് അവിഭക്ത മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ ഈ ട്രൈബൽ മേഖലയിലെ ഒരു അഭിമാനമാണ് ഈ രാജാ നരേഷ് ചന്ദ്ര സിംഗ്. അദ്ദേഹത്തിന്റെ മകള് മത്സരിക്കുന്നതിന്റെ ഒരു ആനുകൂല്യം റായ്ഗഡിലും സർഗുജയിലും കോൺഗ്രസിന് ഉണ്ടാവും എന്നുള്ളതാണ് അവരുടെ ഒരു കണക്ക്. ഈ വർഷം ഈ വിഷ്ണുദേവ് സായിയുടെ ഒരു ഹോം ടർഫ് എന്ന് പറയുന്നത് BJPക്ക് കിട്ടാവുന്ന ഒരു പ്ലസ് പോയിന്റിനെ മറികടക്കാനെങ്കിലും അത് സഹായിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ ഈ ജാഞ്ച്ഗീർ ചാമ്പ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സീറ്റ് ഉണ്ട്. അവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ളതാണ്. അവിടെയാണെങ്കിൽ ഒരു ദളിത് നേതാവിനെയാണ്, ശിവകുമാർ ആര്യ എന്ന് പറയുന്ന ഒരു ദളിത് നേതാവിനെയാണ് അവർ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പൊ അത് വളരെ അവർ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഈ ജാഞ്ച്ഗീർ ചാമ്പയോട് ചേർന്ന് കിടക്കുന്ന സീറ്റാണ് ഈ കോർബ സീറ്റ്. കോർബയിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ജയിച്ചതാണ്. അവിടെ സിറ്റിംഗ് MP ജോത്സ്ന മഹമ്മദിന് അത്യാവശ്യം ഒരു പ്രചാരമുണ്ട്. അവർ തന്നെ മത്സരിക്കുന്നു. അതേപോലെ മഹാസമുന്ദ് മറ്റേ ഈ താമ്രധ്വജ് സാഹു മത്സരിക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്നു മറ്റേ ഭൂപേഷ് ബാഗൽ. പിന്നെ മാത്രമല്ല ഭയങ്കര പ്രധാനപ്പെട്ട ഒരു OBC ലീഡറാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു പലതരത്തിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ജയിച്ച മറ്റൊരു മണ്ഡലം ബസ്തറാണ്. ബസ്തർ ഇപ്പൊ ഇവിടെ നമുക്കറിയാം ഈ മാവോയിസ്റ്റ് ആക്രമണം ഒരു പ്രസിദ്ധി അറിയിച്ച മേഖലയാണ്. അവിടുത്തെ ഇപ്പൊ ഈ കോണ്ടയിലെ MLA ആയിട്ട് അവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ദളിത് നേതാവുകളാണ് ഈ കവാസി ആത്മ എന്ന് പറയുന്ന കക്ഷി. അങ്ങനെ 5 തവണ അടുപ്പിച്ച് കോണ്ടയിലെ ജയിച്ചൊരു കക്ഷിയാണ്. അപ്പൊ അദ്ദേഹമാണ് അവിടെ ഇത്തവണ മത്സരിക്കുന്നത്. അപ്പൊ അങ്ങനെ പല സ്ഥലത്തും നല്ല സ്ഥാനാർത്ഥികളെ നിർത്താനും ഈ തെരഞ്ഞെടുപ്പിന് അവരുടെ പ്രകടന പത്രികയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണം നടത്താനും ഇത്തവണ കോൺഗ്രസ് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് തോന്നുന്നത് കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിൽ നിന്ന് അവരെ ഏതാണ്ട് മോചിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. റൈറ്റ്. അപ്പോൾ BJPയുടെ കാര്യം, BJP സംസ്ഥാനത്ത് അധികാരം തിരിച്ചു പിടിച്ചു. 2018 മുതൽ 2023 വരെ അധികാരത്തിൽ നിന്ന് പുറത്തിരുന്നതിന് ശേഷം
ശക്തമായ മത്സരത്തിലൂടെ അവർ അധികാരം തിരിച്ചു പിടിച്ചു. അധികാരം തിരിച്ചു പിടിച്ചപ്പോൾ ബി ജെ പി ചെയ്തത് രമൺ സിംഗിനെ പോലെയുള്ള സീനിയർ ലീഡേഴ്സിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ട്രൈബൽ ലീഡറായ വിഷ്ണുദേവ് സായിയെയാണ് അവർ മുഖ്യമന്ത്രിയാക്കിയത്. ഈ മാറ്റം, ഈ നേതൃതലത്തിൽ വരുത്തിയ മാറ്റം പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഛത്തീസ്ഗഡിലും അങ്ങനെ ഉണ്ടോ? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനത്തെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമോ? അല്ല, അത് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തരായ നേതാക്കന്മാർ ഉയർന്നു വരുന്നത് തടയാനായിട്ട് നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടിന്റെ തുടർച്ചയാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഛത്തീസ്ഗഡിൽ രമൺ സിംഗിനെ മാറ്റിയത്. ഈ മധ്യപ്രദേശിലെ ശിവരാജ് സിംഗ് ചൗഹാനെ മാറ്റി മോഹൻ യാദവിനെ കൊണ്ടുവന്നു. രാജസ്ഥാനിൽ വസന്തരാജ് സിദ്ധി ഒഴിവാക്കി. ഹരിയാനയിൽ മനോഹർ ലാൽ ഖട്ടർ ഒഴിവാക്കുന്നു. ഈ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിന് വരെ ഭീഷണിയുള്ളതായിട്ടും ഒരു ശ്രുതിയുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആണ് ഇവിടെയും മാറ്റം നടത്തിയത്. പക്ഷേ ഈ മധ്യപ്രദേശിൽ ഉജ്ജയിൻ എന്നുള്ള ഒരു പ്രസക്തനായിട്ടുള്ള മോഹൻ യാദവിനെ കൊണ്ടുവന്നത് പോലെയല്ല ഈ വിഷ്ണുദേവ് സായി പറയുന്നത്. അങ്ങനത്തെ 60 വയസ്സേ ഉള്ളൂങ്കിലും ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പയറ്റി തെളിഞ്ഞൊരു കക്ഷിയാണ് വിഷ്ണു. ഇപ്പൊ അജിത് യോഗിക്ക് ശേഷം അവിടെ മുഖ്യമന്ത്രിയാകുന്ന ആദ്യത്തെ ആളാണ്, ആദ്യത്തെ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ആളാണ്. അതായത് അജിത് യോഗിക്ക് ശേഷമുള്ള ആദ്യത്തെ ട്രൈബൽ മുഖ്യമന്ത്രി, ബി ജെ പിയുടെ ആദ്യത്തെ ട്രൈബൽ മുഖ്യമന്ത്രി. ഈ നോർത്ത് ഇന്ത്യൻ ഛത്തീസ്ഗഡിലാണ് വരുന്നത്. നോർത്ത് ഇന്ത്യൻ ഛത്തീസ്ഗഡ് പൊതുവെ സംസ്ഥാനത്ത് വലിയ നേതാക്കന്മാര് ഉണ്ടാവില്ല. ഇപ്പൊ ഈ തെലങ്കാന, മഹാരാഷ്ട്ര അതിർത്തി പ്രദേശം, ഈ മറ്റേ ബിലാസ്പൂർ, റായ്പൂർ പ്രദേശം, ഇവിടെയാണ് കാര്യമായിട്ട് രാഷ്ട്രീയ കോലാഹലങ്ങൾ നടക്കുക. അവിടെ നിന്നാണ് ഈ വലിയ നേതാക്കൾ ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ഈ റായ്ഗഡ്, സർഗുജ പ്രദേശത്ത്, ഈ ഒഡീഷയോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശത്ത് നിന്നാണ് ഇദ്ദേഹം വരുന്നത്. അവിടെയാണെങ്കിൽ ബി ജെ പിക്ക് നമ്മൾ പറഞ്ഞാണ് വലിയൊരു വിജയം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. 18 സീറ്റിൽ 14 ജയിച്ചിട്ടാണ് അവർ വരുന്നത്. അത് കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസക്തിയും പുള്ളിക്കിന്റെ ഒരു കാര്യശേഷിയും അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ സ്പീക്കർ സ്ഥാനമൊക്കെ സ്വീകരിച്ച് പതുക്കെ ഒതുക്കിക്കൂടാനായിട്ട് രമൺ സിംഗ് തയ്യാറായത്. ഈ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം മുതൽ നിന്ന് ആരംഭിച്ചതാണ്. സാധാരണ ഒരു പഞ്ചായത്ത് ഭയങ്കര റൂറൽ ആയിട്ടുള്ള ഒരു മറ്റേ പഞ്ചായത്തിലെ മെമ്പറായിട്ട് ആരംഭിച്ച കക്ഷിയാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും പലവട്ടം ജയിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആയിരിക്കുന്ന സമയത്തും ഈ മാധ്യമസഭയിൽ നിന്നോ അല്ലെങ്കിൽ വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് അദ്ദേഹം നിൽക്കിയിട്ട്, അത് കാരണം ഈ മുഖ്യമന്ത്രി ആയതിനു ശേഷം പാർട്ടിയെ ചൊൽപ്പടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് വിഷ്ണു സായിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പുള്ളി നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഒരു ബലവും. അപ്പൊ ഈ നേതൃമാറ്റത്തിലുള്ളൊരു പ്രശ്നം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ഛത്തീസ്ഗഡിൽ ഇല്ലാന്ന് കാണാം. അതാണ് നമുക്ക് ആലോചിച്ച ഈ കഴിഞ്ഞ ഏതാണ്ടൊരു ഈ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഈ സെപ്റ്റംബറിലും ഒക്കെ നടത്തിയിട്ടുള്ള പല സർവേകളുണ്ട്. ആ സർവേകളിൽ 5-6 സീറ്റ് വരെ ലോക്സഭയിൽ കോൺഗ്രസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പല സർവേകളും പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ഏതാണ്ട് 11 സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഈ കാര്യം മാറ്റിയതിനൊരു കാര്യം തന്നെ ഈ വിഷ്ണു സഹായി വന്നതിന് ശേഷം അവിടെ ബി ജെ പിക്ക് ഒരു സ്ട്രെങ്ത്തും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് ആ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നമ്മൾ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. അദ്ദേഹം സിറ്റിംഗ് MLA ആണ്. സിറ്റിംഗ് MLA ആയിരിക്കും മത്സരിക്കുന്നതിന് അദ്ദേഹത്തിന് ചെറിയ വിമുഖത ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം രാജ്നാന്ദ്ഗാവിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. അതുപോലെ തന്നെയാണ് മുൻ ഉപമുഖ്യമന്ത്രി താമ്രധ്വജ് സാഹു, അദ്ദേഹം മഹാസമുന്ദിലും മത്സരിച്ചു. ഇങ്ങനെ മുതിർന്ന നേതാക്കൾ, സീനിയർ ലീഡേഴ്സ് മത്സരരംഗത്തുള്ളത് കോൺഗ്രസ്സിന് അതൊരു ഊർജ്ജം നൽകുന്നുണ്ടോ കോൺഗ്രസ്സിന്? തീർച്ചയായിട്ടും ഉണ്ട്. പ്രത്യേകിച്ച് രാജ്നാന്ദ്ഗാവിലെ മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ നേരിട്ട് മത്സരിച്ചത് ഒരു വലിയ ഒരു സ്ഥലത്ത് തന്നെയാണ്. അതേപോലെ തന്നെ അതിന് തൊട്ട് അടുത്ത തന്നെയാണ് ഈ ദുർഗ് മണ്ഡലം. അതും പുള്ളിക്ക് ഭൂപേഷ് ബാഗലിന്റെ സ്വന്തം മണ്ഡലം പോലെ തന്നെയാണ്. ദുർഗിൽ ബി ജെ പിയുടെ സിറ്റിംഗ് MP തന്നെയാണ് മത്സരിക്കുന്നത്. പുള്ളി ഭൂപേഷ് ബാഗലിന്റെ ബന്ധു കൂടിയാണ് ഈ വിജയ് ബാഗൽ ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാട്ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ആ പരിസരത്ത് തന്നെയുള്ള നിയമസഭാ മണ്ഡലം, അസംബ്ലി മണ്ഡലത്തിൽ ഭൂപേഷ് ബാഗലിനെതിരെ മത്സരിച്ച് തോക്കുകയായിരുന്നു. അപ്പം ദുർഗില് ഇദ്ദേഹം മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത് രാജ്നാന്ദ്ഗാവില് ഭൂപേഷ് ബാഗൽ മത്സരിക്കുന്നത് വലിയ തോതിൽ വലിയ ചലനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദുർഗിലെ സ്ഥാനാർത്ഥി രാജേന്ദ്ര സാഹു എന്ന് പറയുന്ന ഒരു OBC ആണെങ്കിലും അവിടെ ഈ ഭൂപേഷ് ബാഗൽ നേരിട്ട് മത്സരിക്കുന്നത് പോലെ തന്നെയാണ് അവിടുത്തെ ഒരു പ്രചരണം. അതേപോലെ തന്നെ ഈ താമ്രധ്വജ് സാഹു മത്സരിക്കുന്നതും
കോൺഗ്രസിനെ വലിയ ഇതാണ്. ആക്ച്വലി കോൺഗ്രസിന് ഒരു കുറേ കാലമായിട്ട് ഈ രണ്ട് മണ്ഡലവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിത്താഗനിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാജനന്ദഗാവ് ആയിക്കോട്ടെ, മഹാസമുദ്രം ആയിക്കോട്ടെ. മഹാസമുദ്രത്തിൽ ഈ 2004 മറ്റേ ജയിച്ചതിന് ശേഷം അരുൺജോഗി VCP മറ്റേ തോൽപ്പിച്ചതിന് ശേഷം ഒരു കോൺഗ്രസ് നേതാവും മഹാസമുദ്രത്തിൽ ജയിച്ചിട്ടില്ല. അതേപോലെ 98 മോത്തിലാൽ വോറയാണ് അവസാനം ഈ രാജനന്ദഗാവില് ജനറൽ ഇലക്ഷനിൽ ജയിച്ചത്. അതിനിടയ്ക്ക് ആകെ 2007 ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രമാണ് കോൺഗ്രസ് അല്ലാതെ അവിടെ ജയിച്ചത്. അപ്പൊ അഥവാ ഈ BJP ശക്തി കേന്ദ്രങ്ങളിൽ രണ്ട് വലിയ നേതാക്കൾ, രണ്ട് മുതിർന്ന നേതാക്കൾ അതിന് മത്സരിക്കുന്നു. അത് വളരെയധികം കോൺഗ്രസിന് ഒരു ഊർജം അവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് സംശയം. നമ്മൾ ഛത്തീസ്ഗഡിൻ്റെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ 70%, അതായത് ജനസംഖ്യയിൽ 33% ആദിവാസി വിഭാഗക്കാരാണ്. ബാക്കി വരുന്ന ജനവിഭാഗങ്ങൾ, എല്ലാ ജനവിഭാഗങ്ങളും കൂടെ പരിഗണിച്ച് കഴിഞ്ഞാൽ 70% ആളുകളുടെയും ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയോ അല്ലെങ്കിൽ കൃഷി അനുബന്ധ ജോലികളോ ആണ്. കാർഷിക മേഖല വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെയാണ് 33% വരുന്ന ആദിവാസികൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ മാവോയിസ്റ്റ്, CPI മാവോയിസ്റ്റിന് സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ ഭരണകൂടവും മാവോയിസ്റ്റുകളും അവർക്കിടയിൽ ആദിവാസികൾ പെട്ടുപോകുന്ന അവസ്ഥയുണ്ട്. അതുപോലെ കൽക്കരി ഖനനം വ്യാപകമായി നടക്കുന്ന മേഖലയാണ്. കൽക്കരി ഖനന മേഖലയിൽ നിന്ന് കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുന്ന മനുഷ്യന്മാരുണ്ട്. ആയിരക്കണക്കിന് കുടുംബങ്ങളുണ്ട്. അവർ നേരിടുന്ന ദുരിതം വേറെ. അതുപോലെ തന്നെയാണ് ഈ അടിസ്ഥാന സൗകര്യ വികസനം. ഛത്തീസ്ഗഡിനെ സംബന്ധിച്ച് അടിസ്ഥാന സൗകര്യ വികസനം എന്ന് പറയുന്നത് ഇപ്പോഴും വളരെ പിന്നോക്കമായ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. തൊഴിലില്ലായ്മ വേറൊരു പ്രശ്നമാണ്. ഈ 2004 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ BJP ഒറ്റ തെരഞ്ഞെടുപ്പൊഴികെ ബാക്കിയെല്ലാം ജയിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നൊരു ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു അതൃപ്തി, ഇത് സ്വാഭാവികമായും BJP അല്ലേ കൂടുതൽ ബാധിക്കാനിടയുള്ളത്? ഇതെന്താ അവിടെ നടക്കുന്നത് എപ്പോഴും വർഷങ്ങളായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പും ഇതിനൊരു പരസ്പരം പഴിചാരൽ പരിപാടിയാണ്. പ്രാദേശിക വിഷയങ്ങൾ വലിയ കാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരും. ഈ കൽക്കരി ഖനന മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ, മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ടുള്ള ഈ കരാറുകളുടെ ഭാഗം, ഇതെല്ലാം പ്രശ്നമാണ്. പക്ഷെ ഇതിലെന്താ വെച്ചാണെങ്കിൽ BJPയും കോൺഗ്രസും ഒരേപോലെ കുറ്റവാളികളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഈ സൽവാദിനും ഉണ്ടാക്കി കൊണ്ടുവന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള മേഖലയിലെ അസ്ഥിരത പ്രശ്നം ഉണ്ടാക്കുന്നത് കോൺഗ്രസ് ആണ്. പക്ഷെ അതിന് മുതലെടുത്തത് BJP ആണ്. ഈ ദന്തേവാഡ ബസ്തർ മേഖലയിലെ ഈ കുടിയേൽപ്പിക്കൽ എത്ര കാലമായിട്ട് അവിടെ നിലനിൽക്കുന്ന പ്രശ്നമാണ്. ഇപ്പൊ അജിത് ജോഗി മുഖ്യമന്ത്രിയായിട്ട് ആദ്യം വരുന്ന സമയത്ത് റായ്പൂർ മേഖല വികസിപ്പിക്കാനായിട്ടുള്ള ഒരു 100,000 പദ്ധതികൾ കൊണ്ടുവന്നു. ഭയങ്കര മൾട്ടിനാഷണൽ കമ്പനികൾ വേറെ കൊണ്ടുവന്നിട്ട് അവിടെ വലിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ടു ഈ ഹൈദരാബാദൊക്കെ ആയിരുന്നു വലിയ മാതൃക. IT ഇതായിട്ട് കൊണ്ടുവന്ന ചന്ദ്രബാബു നായിഡു കൊണ്ടുവന്ന രീതിയിലേക്ക് മറ്റേതിനെ മാറ്റും എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ളൊരു ചർച്ചയാണ്. ഇപ്പോൾ 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ പദ്ധതികൾ പലതും നടപ്പായില്ല. അതേപോലെ ഈ ബസ്തർ മേഖല പണ്ട് ഒറ്റ ജില്ലയായിരുന്നു. കേരളത്തിനേക്കാളും വലിപ്പോൾ ഒരൊറ്റ ജില്ല. ആ ജില്ലയിൽ ഇപ്പൊ ബസ്തർ, ഇപ്പൊ നാരായണപൂർ, ദന്തേവാഡ, ബീജാപ്പൂർ, സുഗ്മ എന്ന് പറയുന്ന 5 ജില്ലയായിട്ട് ഈ പ്രദേശം മാറിയിട്ടുണ്ടെങ്കിലും അവിടെ ഇപ്പോഴും അടിസ്ഥാന സൗകര്യത്തിലെ പലതരത്തിലുള്ള വികസനം ഉണ്ടായില്ല. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. ഈ മറ്റേ പ്രാഥമിക ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികൾ ഇപ്പോഴില്ല. ഛത്തീസ്ഗഡ് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഛത്തീസ്ഗഡിന്റെ കാര്യത്തിൽ ഛത്തീസ്ഗഡിൽ ദാരിദ്ര്യം വലിയ പ്രശ്നമല്ല. അവിടെ ഗവേണൻസിന്റെ അഭാവമാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് ദാരിദ്ര്യം ഇല്ലാത്തതിന്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൃഷി കിട്ടുന്ന ഒരു ഭയങ്കര മണ്ണാണ് അവിടെ ഉള്ളത്. അത് കാരണം തന്നെ കൃഷിയുടെ ഭക്ഷണമുണ്ട്, പക്ഷെ വിളകൾക്ക് പൈസ കിട്ടില്ല. ഇത് ഇടനിലക്കാരും ഈ സർക്കാരിന്റെ പ്രതിനിധികളുടെ മട്ടിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഇതിങ്ങനെ തട്ടിയെടുക്കും. ഈ സമ്പന്നമായിട്ടുള്ള ഭൂമികൾ പലതും പക്ഷെ ഈ മൾട്ടിനാഷണൽ കമ്പനികളുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പൊ ഈ അതുകൊണ്ടാണ് ഈ കഥകളിലൊക്കെ ഉള്ള ഈ ദണ്ഡകാരന്റെ വനം മുഴുവൻ ഈ മാവോവാദത്തിന്റെ പ്രവർത്തന കേന്ദ്രമായിട്ട് മാറിയത്. അതിന്റെ ഒരു ഇതിനെ BJPക്കും കോൺഗ്രസിനും പ്രധാനപ്പെട്ട പങ്കിട്ട്. മാത്രമല്ല ഇതിനൊരു മാവോയിസ്റ്റ് കേന്ദ്രമായിട്ട് നിലനിർത്തേണ്ടതും ഇപ്പൊ 2 ഭരണകൂടങ്ങളുടെ ആവശ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാവോയിസ്റ്റ് സ്ഥലമായിട്ട് നിലനിർത്തുമ്പോൾ അതിന്റെ മേലിൽ പല നിയന്ത്രണങ്ങളും കൊണ്ടുവരാനായിട്ട് പറ്റും. അവിടെ പോലീസിനെ ഇടയ്ക്ക് പലതും കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അത് പല കരാറുകൾക്കും എല്ലാം എടുക്കുമാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് പരസ്പരം പഴിചാരൽ മാത്രമാണ് നടക്കുന്നത്. ഇപ്പോഴും ഇപ്പൊ കോൺഗ്രസിന് സാധാരണഗതിയിൽ അവിടെ പ്രയോജനം കിട്ടേണ്ടതാണ്. പക്ഷെ
പല കാര്യങ്ങളും ആരംഭിച്ച ഒരു ആളുകൾ പല പദ്ധതികളും അവിടെ എടുക്കുന്നത്, ചില പുതിയ ഏറ്റെടുക്കൽ പ്രശ്നങ്ങൾ, ഇതെല്ലാം UPA-യുടെ കാലത്ത് ആരംഭിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു പഴിചാരൽ ഇപ്പോഴും കോൺഗ്രസിന് നേരിടേണ്ടി വരും. അതേപോലെ തന്നെ ഈ തൊട്ട് മുമ്പ് ഒരു 6 മാസം മുമ്പ് ഒരു 5 വർഷം മറ്റേ ഒരു കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പല ഇതിൽ നിന്നും കോൺഗ്രസിന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇതേപോലെ തന്നെ കോൺഗ്രസ് ഇതിന് കാരണം ഇത് BJP പറയുന്നു, BJP ഇതിന് കാരണം ഈ കോൺഗ്രസ് ഭരണകാലമായിരുന്നു എന്ന് പറയുന്നു. അത് അവസാനിക്കാത്തൊരു കാര്യം. ഇപ്പൊ 2004 ഞാൻ ആദ്യമായിട്ട് മറ്റേ ഛത്തീസ്ഗഡിൽ പോകുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുന്ന കാലത്ത് കേൾക്കുന്ന ഏതാണ്ട് അതേ കാര്യങ്ങൾ 20 വർഷത്തിന് ശേഷം നമുക്ക് ഇപ്പോഴും അവിടുത്തെ ഒരു പ്രാദേശിക പ്രശ്നങ്ങളായിട്ട് കേൾക്കാൻ പറ്റും. അതൊരു ഭയങ്കര സങ്കടകരമായ കാര്യമാണ്. പക്ഷെ ഒരു കാലത്തും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ രണ്ടു കൂട്ടരും അതിന് കാരണക്കാരും. റൈറ്റ്. സംസ്ഥാനത്ത് ഈ പോളിംഗ് പെർസെൻറ്റേജ് കൂടിയതിന് കാരണമായിട്ട് ഈ താരപ്രചാരകരുടെ ഒരു സാന്നിധ്യം ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയായിരുന്നു. അദ്ദേഹം വലിയ തോതിൽ ഛത്തീസ്ഗഡിൽ പ്രചരണത്തിനെത്തിയിരുന്നു, പലതവണ റാലികളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ മുഴുവൻ ഊന്നിയത് മുഖ്യമായും തീവ്രമായ വർഗീയ അജണ്ടയിലായിരുന്നു. ഈ ദളിത് പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിങ്ങൾക്ക് കൈമാറാനാണ് കോൺഗ്രസ് ശ്രമം എന്ന ആരോപണം അദ്ദേഹം ഛത്തീസ്ഗഡിൽ പല റാലികളിലും ആവർത്തിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല എന്നുള്ളത് വലിയ ആരോപണമായിട്ട് മോദി ഉന്നയിക്കുന്നത് കണ്ടു. ഈ വർഗീയ അജണ്ട, ഈ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP പുറത്തെടുത്ത ഈ വർഗീയ അജണ്ട ഇത്തവണയും ഈ ഛത്തീസ്ഗഡിൽ BJP സഹായിക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നി അത് അവരൊരു ദേശീയ തലത്തിലുള്ളൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് അത് ചെയ്തത്. കാരണം കഴിഞ്ഞ തവണ മറ്റേ ഒരു ഹൈപ്പർ നാഷണലിസം ആയിരുന്നല്ലോ BJP-യുടെ ഒരു വലിയ ഊന്നല് ഉണ്ടായിരുന്നു. ആ ഊന്നല് അവർക്ക് വലിയ ഗുണമുണ്ടായി. അവർക്ക് ഇത്തവണ അത്തരം ഒരു ഹൈപ്പർ നാഷണലിസം അവർക്ക് പുറത്തെടുക്കാനായിട്ട് ഇല്ല. യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ ഇനി മോദി എന്ന് പറയുന്ന ഒറ്റ ആളുടെ ഇമേജ് വെച്ചിട്ട് വിജയിച്ച് നിൽക്കാനെല്ലാം പ്രയാസമാണ്. പ്രാദേശിക രാഷ്ട്രീയം കാര്യമായിട്ട് അവിടെ ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ശ്രദ്ധ തിരിക്കൽ കാര്യമായിട്ട് പറയുന്നത്. പക്ഷെ ഈ ഛത്തീസ്ഗഡിൽ ഈ ആന്റി മുസ്ലിം കാർഡ് ഭയങ്കരമായിട്ട് വർക്കാവുന്ന ഒരു സ്ഥലമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിം പെർസെൻറ്റേജ് കുറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നാണ് ഛത്തീസ്ഗഡ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു ആന്റി മുസ്ലിം ഒരു റെട്ടോറിക് ഓടാനായിട്ട് സാധ്യതയില്ല. പക്ഷെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ ട്രൈബൽ മേഖല ഇന്ത്യയിൽ വളരെയധികം BJP-ക്ക് വേരുകളുള്ള സ്ഥലമാണ്. അവിടെ ഈ മുഖ്യധാര മറ്റേ ഹിന്ദു ദൈവങ്ങളും വിശ്വാസങ്ങളും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് രാമക്ഷേത്രം വലിയ വികാരമൊക്കെ തന്നെയാണ് അവിടെ. പക്ഷെ ഈ റിട്ടോറിക്കുകൾ കോൺഗ്രസ് അതിൽ പങ്കെടുത്തില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇത് പല കാലങ്ങളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്രമാത്രം തെരഞ്ഞെടുപ്പ് ഒരു ഇഷ്യൂ ആയിട്ട് ഇത്തവണ മാറാനായിട്ട് സാധ്യത കുറവാണ്. പക്ഷെ അവർക്ക് ദേശീയ തലത്തിൽ പറയാനായിട്ട് മറ്റു കാര്യങ്ങളൊന്നും ഇത്തവണ BJP-ക്ക് ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ആശയദാരിദ്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് അവർ പ്രത്യേകിച്ചും ഈ രണ്ടാം ഘട്ടത്തിന് ശേഷം ഇവർ ഭയങ്കര ആവർത്തിച്ച് ഈ വർഗീയതയും പ്രചരണങ്ങളും മാത്രം പറയുക, ഈ മനുഷ്യർക്കിടയിൽ വിഭജനം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം വളരെ കാര്യമായിട്ട് നടത്തുക, ഇതെല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. പക്ഷെ അത് അത്ര വലിയ സക്സസ് ആയിട്ട് ഇത്തവണ അവിടെ മാറാനായിട്ട് തോന്നുന്നില്ല. പക്ഷെ അവിടെ പ്രധാനമായിട്ട് വരാൻ പോകുന്നത് ഈ പ്രാദേശിക ഇഷ്യൂകളും ഈ ലോക്കൽ ആയിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യം കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സ്വാഭാവികമായിട്ടും വലിയ നേതാക്കൾ വരുന്നു, പ്രസംഗിക്കുന്നു എന്നതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യമായിരിക്കും. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങളിൽ അവർ പറയുന്ന ഈ വർഗീയ എത്രമാത്രം വോട്ടർമാരിൽ പ്രതികരിക്കും എന്നുള്ളത് സംശയം തന്നെയായിരിക്കും. ഇത് പറയുമ്പോൾ ഈ പ്രാദേശിക വിഷയങ്ങൾ പ്രധാനമാകുന്നു എന്ന് പറയുമ്പോൾ ഈ തൊഴിലില്ലായ്മ, അതുപോലെ സ്ത്രീകളുടെ അവസ്ഥ, ഇതൊക്കെ പ്രാദേശികമായും പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. അവിടെ ഈ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എത്രത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ടതായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് അവർ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ഊന്നിയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രചാരണം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളും അവർ ഉന്നയിച്ചിരുന്നു. ഈ മോദിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഈ വർഗീയ പ്രചാരണത്തെ മറികടക്കാൻ പ്രാദേശിക വിഷയങ്ങൾ കൂടി ഊന്നിക്കൊണ്ട് കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പത്രികയെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രചരണം, അത് ഈ BJP-യുടെ പ്രചരണത്തെ മറികടക്കാൻ സഹായിക്കുന്നതായിട്ടുണ്ടോ?
ഇപ്പോൾ BJPയുടെ പ്രചരണത്തെ മറികടക്കാൻ സഹായിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര മറ്റേ സീറ്റ് അതുകൊണ്ട് കിട്ടുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും അവിടെ ഇത്തവണത്തെ ഒരു ഇലക്ഷനിൽ ഛത്തീസ്ഗഡിൽ അവരുടെ ഒരു പ്രകടന പത്രികയ്ക്ക് കൂടുതലായിട്ട് ഊന്നൽ നൽകാനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ അവര് ഒരു സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയിട്ട് സാമൂഹ്യക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പല പദ്ധതി ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ ഭൂപേഷ് ബാഗൽ ഗവൺമെന്റിന്റെ സമയത്ത് തന്നെ അവര് പല പദ്ധതികളും നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ അത് നിയമസഭാ ഇലക്ഷനിൽ അത് വലിയ കാര്യമായിട്ട് വിളിച്ചില്ലെങ്കിലും അത്തരം മാതൃകയിലുള്ള കാര്യങ്ങളിൽ തുടർന്ന് കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം ഇവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒരു എലിജിബിൾ ആയിട്ടുള്ള കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വീതം മറ്റേ വർഷം കൊടുക്കുന്ന ഒരു പദ്ധതി അത് പല സ്ഥലത്തും അത് വളരെ വിജയകരമായിട്ട് നടപ്പാവുന്ന ഒരു പദ്ധതിയാണ്. അതല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഈ തൊഴിൽ കൊണ്ടുവരും അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രചരണ പരിപാടിയാണ്. അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികൾ ഇതെല്ലാം അവിടെ അതിമൂന്നിയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചരണം മുഴുവൻ നടക്കുന്നത്. അതിൽ നിന്ന് ശ്രദ്ധ അവരിത്തവണ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. സാധാരണഗതിയിൽ അവർ ഇതിന് മോഡി പറയുന്ന അല്ലെങ്കിൽ BJP പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയുക, അല്ലെങ്കിൽ ഞങ്ങൾ അതേപോലെ വളരെ വലിയ ാണെന്നും വലിയ തോതിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നും എല്ലാം പറഞ്ഞ് ഈ രാമക്ഷേത്ര ഇതിന് പോകാത്തതിന് മറുപടി പറയുക, അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും അധികം ഇത്തവണ കോൺഗ്രസ് കടന്നിട്ടില്ല. കോൺഗ്രസ് അവരുടെ പ്രകടന പത്രികയിലൂന്നി അവർ ഈ സാമൂഹ്യ ക്ഷേമ പദ്ധതികൾക്ക് നൽകുമെന്നുള്ള കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കി. അവർ മുമ്പ് ചെയ്തിട്ടുള്ള ജനപ്രിയമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളിൽ ഊന്നിയിട്ടായിരുന്നു അവരുടെ ഒരു പ്രവർത്തനം. അതുകൊണ്ട് തന്നെ വളരെ ഫലപ്രദമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം ഇവർ നടത്തി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് എത്രമാത്രം സീറ്റായിട്ട് മാറും എന്നുള്ളത് നമുക്കറിയില്ല. റൈറ്റ്. ഈ 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു കോൺഗ്രസിൻ്റെ. അവിടെ ഭൂപേഷ് ബാഗലിനെതിരെ ഒരു ഓൺലൈൻ ലോട്ടറി അഴിമതി കേസ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ ആരോപണം BJP ഏതാണ്ട് ഉപേക്ഷിച്ചു. അപ്പോൾ ഇത്തരം സംഗതികൾ അത് തുറന്നു കാട്ടിക്കൊണ്ട് BJPയുടെ ഈ ആരോപണങ്ങളിലെ കഴമ്പില്ലായ്മ അത് ബോധ്യപ്പെടുത്താൻ അത്തരം ശ്രമങ്ങളൊക്കെ കോൺഗ്രസ് നടത്തിയിരുന്നു ഈ പ്രചരണ ഘട്ടത്തിൽ. ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നത് ഇതേപോലെ ആളുകളെ ശ്രദ്ധ തിരിക്കാൻ നടക്കുന്ന കാര്യമാണ് എന്നുള്ള കാര്യം അവർ പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് കാരണം തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ഗവൺമെന്റ് ഭൂപേഷ് ബാഗൽ ഗവൺമെന്റിന്റെ കീഴിൽ നടന്നിട്ടുള്ള പലതരത്തിലുള്ള പദ്ധതികൾ ഈ അതിനുള്ള മറ്റേ ഇപ്പൊ മഹത്താരി വന്ദൻ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ഭയങ്കര സക്സസ് ആയിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. അപ്പൊ അത്തരം പദ്ധതികൾ നേരെ നടന്നിട്ടുള്ള ഈ പറയുന്ന ഈ കറപ്ഷൻ അലിഗേഷൻസ് എല്ലാം തെറ്റാണ് എന്നുള്ള കാര്യം അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അവർ ഈ പല ഇതേപോലെ കുറച്ചും കൂടി ഫലപ്രദമായിട്ട് ഇത് നടപ്പാക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അത് മാത്രമല്ല ഈ പറഞ്ഞ ഇന്ദിരാഗാന്ധിക്ക് മറ്റേ ഈ ട്രൈബൽ മേഖലയിൽ ഉണ്ടായിരുന്ന വലിയ ഒരു ജനപ്രിയതയിൽ രാഹുൽ ഗാന്ധിയെ അവർ കൂടുതലായിട്ട് ആ മേഖലയിൽ ഒരു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് അവർ നടത്തുന്ന രാഹുൽ ഗാന്ധി നൽകുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ പാഴായി പോകുന്നൊരു വാഗ്ദാനമായിരിക്കില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ എന്തായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ശക്തിയോടും കൂടിയും ഫലപ്രദമായിട്ട് നടക്കുന്നത് നമുക്ക് കാണാമായിരുന്നു. റൈറ്റ്. ഈ നമ്മൾ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ BJPയുടെ ഒരു കരുത്ത് നമുക്ക് ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള അവരുടെ ഒരു കരുത്ത് നമുക്ക് കാണാൻ അത് അവഗണിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയ വിജയങ്ങളാണ് അവരവിടെ നേടിയിരിക്കുന്നത്. ഇക്കുറി 6 സീറ്റ് കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ പ്രതീക്ഷിക്കുന്നു എന്നാണ് അവിടെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. മറ്റ് മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിൻ്റെ നേതാക്കൾ, അവിടെ പ്രചരണത്തിന് പോയ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ 6 സീറ്റ് വരെ ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് നേടിയേക്കാം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് അവിടുത്തെ ഈ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായിട്ട് ചേർന്ന് പോകുന്നതാണോ ഈ കോൺഗ്രസിൻ്റെ ഈ അവകാശവാദം? ഇപ്പോൾ 6 സീറ്റിൽ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ വിജയിക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സംഭവമായിട്ട് മാറുന്നതിലാവും.
അത്രത്തോളം ഇവർക്കുണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയില്ലെങ്കിലും ഈ 6 സ്ഥലത്ത് ജയിക്കാൻ വേണ്ടിയുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രവർത്തനം ഇവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം നിലവിലുള്ള 2 സീറ്റുകൾ നിലനിർത്തുക, അതുകൂടാതെ ഇതേപോലെ ഉപേഷ് ബാദലടക്കം മത്സരിക്കുന്ന സീറ്റുകളിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള പ്രചരണം നടത്തുക, അങ്ങനെയുള്ള ഒരു വലിയ കാര്യങ്ങൾ അവിടെ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ ജാനകീർ ചമ്പ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ശ്രമം നടത്തുന്നുണ്ട്. അവിടെ നല്ല പ്രചരണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിജയിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ് അവര് വിചാരിക്കുന്നത്. അതേപോലെ കഴിഞ്ഞ തവണ ഇപ്പോൾ ഗോർബയിൽ ജയിച്ചതാണ്, അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. വസ്ത്ര മേഖല വളരെ കാലങ്ങളായിട്ട് തന്നെ ഇതേപോലെ വളരെ സ്ട്രെങ്ത് കോൺഗ്രസിനുള്ളൊരു ഏരിയയാണ്. അവിടെ ഈ മാവോയിസ്റ്റ് സംഭവങ്ങളൊക്കെ ഇപ്പോഴും ആവർത്തിക്കുന്നത്. ഇപ്പൊ കൂടുതലായിട്ടും ഈ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഇട്ട ഒരു എതിർപ്പ് BJP-യോടാണ്. അത് മുതലാക്കാനായിട്ട് ഈ കവാസി ലാക്മയ്ക്ക് കഴിയും എന്നുള്ളതാണ് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബസ്തർ നിലനിർത്തുക, മറ്റേ ഓർബ നിലനിർത്തുക, ജാൻകീർ ചമ്പ വിജയിച്ചു വരിക, അതുകൂടാതെ തന്നെ ഈ ഭൂപേഷ് ബാഗലും മത്സരിക്കുന്ന ഈ രാജ്നന്ദ്ഗാവ്, അതേപോലെ തന്നെ ഈ താമ്രത്തിൽ സാഹും മത്സരിക്കുന്ന മഹാസമുദ്ർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രചരണം നടത്തുകയും ഈ പ്രദേശങ്ങളിൽ നിന്ന് ജയിച്ചു വരിക എന്നുള്ളൊരു ആഗ്രഹം ഇവര് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ നമുക്കൊരു പൂർണ്ണമായ ഒരു പ്രവചനത്തിലേക്കോ മറ്റോ പോകാനുള്ള ഒരു സാധ്യത ഇപ്പോഴും ഇല്ല അവിടെ. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പോൾ BSP ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി ഇവയൊക്കെ മത്സരിക്കുന്നുണ്ട്. BSP 11 സീറ്റിൽ മത്സരിക്കുന്നു, ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി 9 സീറ്റിൽ മത്സരിക്കുന്നു. ഈ ആദിവാസി ജനസംഖ്യ 33% ഉണ്ട് അവിടെ. അപ്പോൾ ഇത് കണക്കിലെടുക്കുമ്പോൾ ഈ പാർട്ടികളുടെ സാന്നിധ്യം ഏതെങ്കിലും വിധത്തിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ, അല്ലെങ്കിൽ ഈ BJP-യുടെയോ കോൺഗ്രസിൻ്റെയോ സാധ്യതകളെ ബാധിക്കാൻ ഇടയുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഈ പാർട്ടികളെല്ലാം, ഇപ്പോൾ ഗോണ്ട്വാന ഗണതന്ത്ര പാർട്ടി ആയിക്കോട്ടെ, BSP ആയിക്കോട്ടെ, അവർ വോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത് BJP-യുടെ വോട്ടിനെയായിരിക്കും കാര്യമായിട്ട് ബാധിക്കാൻ പോകുന്നത്. കാരണം ഇവരുടെ ഒരു അവിടുത്തെ ഒരു ഊന്നല് ഈ ഇപ്പൊ മറ്റേ രാജസ്ഥാനിലെ ഭാരതീയ ആദിവാസി പാർട്ടി, ഈ പാർട്ടികൾ ഇവരെല്ലാം ആന്റി BJP സ്റ്റാൻഡുകളാണ് അവരുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാനമായിട്ടും അവർ കൈക്കൊള്ളുന്നത്. മാത്രമല്ല ഇവർക്ക് അവരുടെ പ്രദേശങ്ങളിൽ ഇതേപോലെ ഒരു വലിയ BJP-ക്ക് സാധ്യതയുള്ള, BJP-ക്ക് കൂടുതൽ വോട്ട് പോകുന്ന ഒരു മറ്റേ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവർക്ക് ഇവരുടെ ഒരു വോട്ട് വരികയാണെങ്കിൽ വരിക. പക്ഷെ ഇവരൊരു 2 കൂട്ടരും ഇലക്ഷനിൽ ഇത്തവണ വലിയ തോതിൽ എന്തെങ്കിലും നടത്താൻ പറ്റും. ഇപ്പൊ നിയമസഭാ ഇലക്ഷനിൽ അവരുടെ സാന്നിധ്യം കുറെ കൂടി സ്ട്രോങ് ആയിരുന്നു. അവർക്ക് നിയമസഭാ ഇലക്ഷനിൽ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു മാറ്റം വരുത്താനായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറ്റുമെന്ന് ആരും തരുന്നില്ല. കാരണം 1-2 ചില അസംബ്ലി പോക്കറ്റുകളിലാണ് ഇവരുടെ ശക്തി കൂടുതലായിട്ടുള്ളത്. അത് കാരണം തന്നെ വലിയ ചേഞ്ച് ഒന്നും വരുത്താനായിട്ട് പറ്റില്ല. പക്ഷേ ചെറിയ തോതിലാണെങ്കിലും അതുകൊണ്ടുണ്ടാകുന്ന ക്ഷീണം ഉണ്ടാകുന്നത് BJP തന്നെയായിരിക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള വാർത്തകൾ മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ CPI മാവോയിസ്റ്റിന് രാജ്യത്തെ ഏറ്റവും അധികം സ്വാധീനമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്നത് ഛത്തീസ്ഗഡിലാണ്. മാവോയിസ്റ്റുകളെ കൈകാര്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്ന ആരോപണമാണ് നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഉന്നയിക്കുന്നത്. മറ്റ് BJP നേതാക്കളും ഇത് ഉന്നയിക്കുന്നുണ്ട്. തിരിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇതേ ആരോപണമുണ്ട്. ഇത് ഈ CPI മാവോയിസ്റ്റിനെതിരായിട്ടുള്ള ഈ വിമർശനങ്ങൾ, അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതിൽ 2 കൂട്ടരും പരാജയപ്പെട്ടു എന്നുള്ള പരസ്പര ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിലൊരു വിഷയമായി നിൽക്കുന്നുണ്ടോ ഛത്തീസ്ഗഡിൽ? ഇത്തവണ അവിടെ വലിയ പ്രശ്നം തന്നെയാണ് ഇത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ സമയത്ത് തന്നെ 12 മാവോയിസ്റ്റുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നെങ്കിൽ, പക്ഷെ അവര് കൊല്ലപ്പെട്ട ആളുകൾ മാവോയിസ്റ്റുകളല്ല, നാട്ടുകാരായിരുന്നു എന്ന് ഇപ്പോ വാർത്തകൾ വരുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് BJP-ക്ക് എതിരായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട് മറ്റേ ഈ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന്. അപ്പൊ അത് കാരണം തന്നെ ആ മേഖലയിൽ CPI മാവോയിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് അവിടെ അവസാനിച്ചിട്ടില്ല. അത് തീർപ്പമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രശ്നമാണ്. പ്രചരണത്തിൽ കാര്യമായിട്ട് വരുന്നുണ്ട്. ട്രൈബൽ മേഖലയിലും വളരെ ഇപ്പൊ ഈ ദന്തേവാഡ മുതൽ മറ്റേ ബീജാപൂർ, സുക്മ, നാരായൺപൂർ, ഈ പ്രദേശങ്ങളിലെല്ലാം ഇതൊരു വലിയ ചർച്ചയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് കാരണം തന്നെ
ഇലക്ഷനിൽ ഇപ്പോഴും അവരുടെ സ്ട്രെങ്ത് വളരെ പ്രധാനമാണ്. നമ്മൾ നേരത്തെ പറയുന്നതായിരുന്നു, ഇപ്പോൾ ഇത് മാവോയിസ്റ്റ് മൂലം ഉണ്ടാകുന്ന മറ്റ് അഡീഷണൽ സംഭവങ്ങളുണ്ട്. അതായത് ഈ മറ്റേ ഇവരുടെ അർദ്ധസൈനിക വിഭാഗത്തിന്റെ മറ്റേ സാന്നിധ്യം, അതേപോലെ തന്നെ ഈ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടിയിട്ട് മറ്റേ കൊണ്ടുപോകുന്ന സ്ഥലപ്പെടുത്താനായിട്ടുള്ള മറ്റേ അവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന തരത്തിലേക്കുള്ള മിലിറ്ററൈസ്ഡ് ആയിട്ടൊരു ഒരു സംഭവം അവിടെ ഉണ്ടായിരിക്കുക തുടങ്ങിയിട്ടുള്ള പലതരത്തിൽ അവരുടെ ഒരു ട്രൈബൽ മേഖലയിലെ മനുഷ്യരുടെ ജീവിതം അസ്ഥിരപ്പെടുത്തുന്ന ഇഷ്ടംപോലെ കാരണങ്ങൾ ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ ആ ഇഷ്യൂ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പുകളിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ബസ്തർ റീജിയനിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിലയിൽ. റൈറ്റ്, അതാണ് ഛത്തീസ്ഗഡിൽ പോളിംഗ് പൂർത്തിയായതിനു ശേഷം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഉള്ള രാഷ്ട്രീയ സാഹചര്യം. മത്സരം വളരെ ശക്തമായിരുന്നു. ബി ജെ പിക്ക് കണക്കുകളിൽ വലിയ ശക്തിയുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ്. 2004 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറ്റ തെരഞ്ഞെടുപ്പ് ഒഴികെ ബാക്കി എല്ലാത്തിലും ബി ജെ പിയുടെ ജയം, വലിയ വിജയം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ പരാജയങ്ങൾ, തുടർ പരാജയങ്ങൾക്കിടയിലും കോൺഗ്രസ്സിന് അവരുടെ വോട്ട് ബാങ്ക് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പോളിംഗ് ശതമാനം, കോൺഗ്രസ്സിന് ലഭിച്ച പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം ഇക്കുറി ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട്. ആ മത്സരത്തിൻ്റെ ഫലം എന്ത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. 2019 അപേക്ഷിച്ച് ചില അത്ഭുതങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസ് ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കിയാൽ അത്ഭുതപ്പെടാനില്ല.